റൈറ്റ് ടു എഡ്യൂക്കേഷൻ പോലല്ല, അതൊരു ആക്റ്റാണ്. ആക്ടിന്റെ ഭാഗമായി കിട്ടേണ്ട പണം കിട്ടാതിരുന്നപ്പോഴാണ് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായപ്പോഴാണ് സുപ്രീം കോടതിയിൽ പോയത്. രണ്ടും രണ്ടായി തന്നെ കാണണം എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ഹിന്ദി പഠിപ്പിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ സാധാരണ ആൾക്കാർ സംസാരിക്കുന്നതെല്ലാം പറയും തമിഴ്നാട് കോടതി പോയില്ലേ. തമിഴ്നാട് കോടതി പോയത് സാർ അത് SSKയും NEPയുമായ വിഷയത്തിലല്ല. റൈറ്റ് ടു എഡ്യൂക്കേഷന്റെ ഭാഗമായി അവിടുത്തെ നോഡൽ ഏജൻസിയായ SSKക്ക് പാവപ്പെട്ട കുട്ടികൾക്ക് കൊടുക്കേണ്ട CBSE സ്കൂളുകൾക്ക് അടയ്ക്കേണ്ട ഫീസാണ് പോയി വാങ്ങിച്ചത്. അതല്ലാതെ SSKയുടെ ഫണ്ട് ഇപ്പോഴും തമിഴ്നാടിൽ ബ്ലോക്ക് ചെയ്ത് കിടക്കുന്നത്. രണ്ട് കേസിൽ ഒന്ന് ജയിച്ചു, മറ്റേ കേസില്ല, വെഡിങ് അത് സാധ്യതയില്ലെന്ന് പറഞ്ഞു, അത് മാറ്റിവെച്ചു. അത് അടിയന്തര സ്വഭാവമില്ല എന്നതാണ് സുപ്രീം കോടതിയുടെ തീരുമാനം. അങ്ങനെ സാധ്യമാവുക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, മാർജിനലൈസ് ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങൾക്ക്, അതേപോലെ ഭിന്നശേഷിപ്പെട്ട 1.8 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 40 ലക്ഷം പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ യൂണിഫോം, അവരുടെ ഉച്ചഭക്ഷണം, അവരുടെ ബാക്കിയുള്ള ഗ്രാൻറ്റുകൾ, പെൺകുട്ടികളുടെ പഠനോപകരണങ്ങൾ, ഇതെല്ലാം ഈ SSCയിലൂടെയാണ് നടപ്പിലാവുന്നത്. 3 മാസമായിട്ട് അവിടുത്തെ അധ്യാപകരുടെ വിഹിതം ശമ്പളം കുടിശ്ശികയാണ്. ആ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കണ്ടേ? ഈ സാഹചര്യത്തിലാണ് 971 കോടി രൂപയ്ക്ക് വേണ്ടി സർക്കാർ ഇത് ചെയ്തത് എന്നതാണ് സർക്കാരിൻ്റെ വിശദീകരണം. പക്ഷേ അത് CPI കൂടി വിശ്വാസത്തിലെടുത്ത് വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ CPI കളിക്കുന്നത് തീക്കളിയാണ്. അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയമായ പ്രത്യാഘാതം ചെറുതായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെയും ടേക്ക്.